ഞാൻ വന്നപ്പം തൊട്ട് അമ്മ പറയുന്നതെന്ന് വെച്ചാൽ അമ്മയ്ക്ക് ഒരുപാട് സപ്പോർട്ട് അമ്മയുടെ കൊച്ചുമകനാണെന്ന്. മക്കളുണ്ട്, സപ്പോർട്ടുണ്ട്, പക്ഷെ എന്നാലും കൊച്ചുമകനാണ് സപ്പോർട്ട് ചെയ്യുന്നത്. കൊച്ചുമകൻ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്നെ ഇങ്ങനെ കൊണ്ട് ചെയ്യൂ എന്നും പറഞ്ഞോണ്ട് എത്തിക്കുന്നത്. ചെയ്യൂന്ന് കമാൻഡ് ചെയ്യേയില്ല, ഇല്ല, നിർബന്ധിതയാക്കും. കമാൻഡ് ഒന്നുമില്ല. നമുക്ക് അവിടെ 2 മണിക്ക് പോണോട്ടാ, അത്രേ ഉള്ളൂ. അത് 2 മണിക്ക് എവിടെയാണ് പോണേന്ന്, എന്തിനാ പോണേന്നാ ചോദിക്കലില്ല. ഇനിയിപ്പോ മലയാള സിനിമയിലേക്ക് ഒരു അമ്മ വേഷം, മുത്തശ്ശി വേഷം ഒക്കെ കിട്ടേണ്ട ഒരു സാഹചര്യം ഒക്കെ ആയിന്നറിഞ്ഞു. ഒരു ആഡിലൊക്കെ അഭിനയിച്ചു, അത് എല്ലാവരുടെയും ജനഹൃദയങ്ങളിൽ എത്തിച്ചു എന്നൊക്കെ പറയുന്നു. എന്താ അതൊന്നും ഞാൻ അറിഞ്ഞോണ്ട് ചെയ്തിട്ടുള്ള ഒരു വേഷമല്ല. പിന്നെയും സാഹചര്യത്തില് അവിടെ ചെന്നിട്ട് അവരുടെ മുമ്പിൽ എനിക്കിത് പറ്റില്ലെന്ന് പറയാൻ ഉള്ള ബുദ്ധിമുട്ടുമുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് പോന്നപ്പോ ഞാൻ പറഞ്ഞു, ഇനി എന്നെ മേലാളി പണിക്ക് വിളിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നന്നായിട്ടുണ്ട്, ഞാനും കണ്ടിരുന്നു. ഇപ്പൊ നമ്മൾ ആ ഒരു വിഷ്വല് കണ്ടു കഴിഞ്ഞിട്ട് അതിനകത്തൊരു കമന്റ് ഇടും, മണിയമ്മ അത് കാണണമെന്നില്ല. പക്ഷെ എനിക്ക് ഇപ്പൊ അത് ലൈവായിട്ട് പറയാനായിട്ട് പറ്റുന്നുണ്ട്. അമ്മ നന്നായിട്ട് ചെയ്തു. അതായത് നമ്മളൊന്ന് ജസ്റ്റ് അത് ആദ്യമേ കാണുമ്പോൾ തന്നെ ഉള്ളിലൊരു അയ്യോ, ഒരു സങ്കടം, ഒരു സന്തോഷം നിറഞ്ഞൊരു സങ്കടമൊക്കെ വരൂല്ലേ, ആ ഒരു ഫീൽ കൊണ്ടുവന്നു. അതാ ഞാൻ ചോദിച്ചേ, മലയാള സിനിമയിലെ ഒരു വാഗ്ദാനമായല്ലോ എന്ന്. എന്തായാലും എനിക്ക് താല്പര്യമില്ല, അഭിനയിക്കാൻ താല്പര്യം. സിനിമയിൽ ഒരു വേക്കൻസി ഇല്ല. ഇപ്പൊ ഇതില് എന്താണ് എങ്കിലും എന്നോട് പറയുന്ന പ്രോഗ്രാം അതില് വിളിച്ച് പോകുന്നില്ലേ? അതൊക്കെ പോണ്ടേ. എന്നിട്ട് ഒരുപാട് ആൾക്കാര് ഇപ്പം ഓൾമോസ്റ്റ് എല്ലാ മലയാളിക്കും മണിയമ്മ എന്ന് പറയുമ്പോൾ ആരാണെന്ന് ഒക്കെ അറിയാം. പക്ഷെ എന്നിരുന്നാലും ഈ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും യൂട്യൂബും കാണാത്ത ഒരുപാട് ആൾക്കാർ ഇന്നും ഉണ്ട്. അതല്ലെങ്കിൽ 74 വയസ്സ് തികഞ്ഞ കുറെ അമ്മമാര് വീട്ടിലിരിപ്പുണ്ട്, ഒന്നും ചെയ്യണമെന്നില്ലാതെ. അപ്പൊ ആ അമ്മമാർക്കൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആവൂലേ? അപ്പൊ ഇങ്ങനത്തെ പ്രോഗ്രാമിനൊക്കെ പോണം. അപ്പം ഒരുപാട് അവാർഡുകള് ഇപ്പൊ അമ്മ വാരി കൂട്ടിയിട്ടുണ്ടെന്ന് തന്നെ പറയാം. ഞാൻ വന്നപ്പോ തന്നെ കണ്ടു, കുറെ മെഡൽസ് ഉണ്ട്, ട്രോഫീസ് ഉണ്ട്, ഒക്കെ ഉണ്ട്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിലൊക്കെ പോയിട്ടുണ്ട്. പിന്നെ റെയിൻ ഡ്രോപ്സിൻ്റെ കിട്ടിയിട്ടുണ്ട്, യെല്ലോ ഡോട്ട്സിന്റെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു അംഗീകാരങ്ങൾ കിട്ടണ സമയത്ത് അത് വാങ്ങാനായിട്ട് ആ സദസ്സിലേക്ക് കയറുമ്പോൾ എന്താണ് അമ്മയുടെ മനസ്സിൽ? വളരെയധികം സന്തോഷമുണ്ട്. എന്നാണ് ഞാൻ എന്നോട് തന്നെ എപ്പോഴും പറയാം, എനിക്കെന്തിന് ഈ അംഗീകാരം കിട്ടുന്നത് എന്നാണ് ഞാൻ എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന. അത്ര വലിയ ആളൊന്നും അല്ലല്ലോ ഞാൻ. ആണല്ലോ. അല്ല ഞാൻ എപ്പോഴും എല്ലാരോടും ഞാൻ പറയണേ, എനിക്ക് എന്തിനാ ദൈവം ഇങ്ങനെ അംഗീകാരങ്ങൾ കിട്ടണ, എന്തിൻ്റെ കൊണ്ടാണ് ചെയ്ത നല്ല കാര്യങ്ങളുടെ ഗുണം കൊണ്ടാ എന്തെങ്കിലും ആയിരിക്കാമെന്ന് വിചാരിക്കുന്നു. അല്ലാതെ എനിക്ക് അത്ര വലിയ കഴിവുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല.